ക്വിക്ക് ഈസി ബീഫ് ബിരിയാണി നോക്കിയാലോ? ബാ, നല്ല ചൂടുള്ള എണ്ണയിൽ ഒരു പിടി കട്ട് ചെയ്ത ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗീയും വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ബീഫിന്റെ മസാല എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒനിയനും ബീഫും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകിന്റെ പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുക്കറിലൊന്ന് വിസിലിട്ടിട്ട് സിമ്മിലാക്കി വെച്ച് ബീഫ് നല്ലോണം കുക്കായതിനു ശേഷം ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് തക്കാളി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് ഇതിന്റെ പച്ച ചോയ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുക്ക് ചെയ്ത ബീഫ് ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി ഇതിന്റെ വെള്ളയിലൊന്ന് വറ്റിച്ചെടുക്കാം. ഗരം മസാലയും മല്ലിച്ചപ്പ് ഇട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ റോസ് ബ്രാൻഡിന്റെ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിനനുസരിച്ചാണ് ഞാൻ ഇവിടെ മെഷർ ചെയ്തിട്ടുള്ളത്. 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് അരിയിട്ട് കുറച്ച് ഉപ്പ് പാകത്തിനിട്ടിട്ട് വേവിക്കാം. ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടോടുള്ള മസാലയിലായിരിക്കണം നമ്മൾ ചോറ് ദമ്മിടാൻ നോക്കേണ്ടത്. റൈസ് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത ഒനിയനും കുറച്ച് ഹോൾ സ്പൈസസും ഗരം മസാലയും എല്ലാം ഇട്ടതിന് ശേഷം അടച്ചു വെക്കാം. എയർ പുറത്തു പോകാതിരിക്കാൻ ഇതേപോലെ വെയിറ്റുള്ള എന്തെങ്കിലും അടുപ്പ് വെക്കാം. നല്ല ചമ്മന്തിയും അച്ചാറും മസാലയെല്ലാം കൂട്ടി അടിച്ച് അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതേപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു.